കഴിഞ്ഞ 2-2.5 വർഷത്തിനുള്ളിൽ ഇത്രയും തിന്നായിരുന്ന ഷോർട്ടായിരുന്ന എൻ്റെ മുടി ഞാൻ ഇങ്ങനെ ലോങ് ആയിട്ട് വളർത്തിയെടുത്തു. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഹെയർ കെയർ റുട്ടീൻ പോലെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഡേ 1ഉം ഡേ 2ഉം കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം കാണാത്തവർ അത് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് ഹെയർ വാഷിംഗ് ഡേ ആണ്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എങ്ങനെ പാക്ക് ഇടണം, എങ്ങനെ ഹെയർ ഓയിൽ ഇടണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മുടിയിലെ ജട മുഴുവനായിട്ടും തന്നെ കളയുക. മുടിയിൽ ജട മുഴുവനായിട്ടും കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു തവിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഹോട്ട് ഓയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടല്ല, ജസ്റ്റ് ഒന്ന് ഇളം ചൂടാവുന്നത് വരെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ എണ്ണ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എന്തെന്നറിയാത്ത ഹെയർ ലോസ്, മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, മുടിയിൽ തൊടാൻ പറ്റാത്ത അവസ്ഥയാണ് ചേച്ചി എന്ന് പറയുന്നവർ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു വേ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും അത് ഉടനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ കെയറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇളം ചൂട് കൊടുക്കാനുള്ള ഈ എണ്ണ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മുടിയുടെ റൂട്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ മുടി വേര്, അതിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ഒരു ചൂട് തട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ പോഴ്സൊക്കെ ഓപ്പൺ ആവും, നമ്മുടെ ശുചിരങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഓപ്പണായി അതുവഴി നമ്മുടെ റൂട്ട്സിലേക്ക് എണ്ണ ഇറങ്ങിച്ചെല്ലും. നമ്മുടെ മുടിവേര് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ലോസ് വരുന്നത്. അപ്പോൾ മുടിവേര് നല്ലതുപോലെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ ഓയിലിംഗ് മെത്തേഡൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നിങ്ങളുടെ തലയിൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട്, ഇച്ചിനെസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെയർ ഫോൾ വരും. അതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോട്ട് ഓയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള എണ്ണ നമ്മുടെ മുടിയിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അതുകൊണ്ട് നിങ്ങളുടെ സ്കാൽപ്പ് മാത്രമല്ല നമ്മുടെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മസാജ് കൊടുത്ത് നമ്മൾ മുടി കെട്ടി വെക്കണം. മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരമെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരം നിർബന്ധമായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ. ഹെയർ ഓയിൽ നമ്മൾ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കെട്ടി വെച്ചതിന് ശേഷം ഇന്ന് നമ്മളൊരു ഹെയർ പാക്കും കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഷൈനിങ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിയിലെ ഡ്രൈനസ്, സ്പ്ലിറ്റൻസ്, പൊട്ടിപ്പോവുക ഇതൊന്നും ഇല്ലാതാക്കി നമ്മുടെ മുടി എപ്പോഴും ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മുടെ അലോവേരയാണ്. ഒരു വലിയ തണ്ട് അലോവേര എടുക്കുക. ഇതൊക്കെ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. അലോവേര നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുത്ത് നമ്മുടെ മുടിയിലെ എക്സ്ട്രാ ഡ്രൈനസ്, അതേപോലെ തന്നെ പൊട്ടിപ്പോവുക, സ്പ്ലിറ്റൻസ് വരിക ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോവേര അടിപൊളിയാണ്. കാരണം ഇതിൽ 90% ഓഫ് വാട്ടർ കണ്ടൻറ്റാണ് ഉള്ളത്. ഇത് നമ്മുടെ മുടിയെ എപ്പോഴും മോയ്സ്ചറൈസറായിട്ട് വെക്കാനും ഡ്രൈനസ് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തൈരാണ്. വീട്ടിലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കാം. എനിക്കിപ്പോൾ വീട്ടിൽ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് തൈരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ നല്ലൊരു പേസ്റ്റ് മാതിരി, ഇത്തിരി ലിക്യൂഡായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അരിച്ചെടുത്തും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അരിക്കുന്നത് കാണിക്കുന്നില്ല, ഞാനൊരു ഷോളിൽ അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് ലിക്യൂഡായിട്ടുള്ള ആ ഒരു പേസ്റ്റ് മാതിരി ഇരിക്കും നമ്മുടെ ഹെയർ പാക്ക്. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഹെയർ ഓയിൽ ചെയ്ത് വെച്ച നമ്മുടെ മുടി ഉണ്ടല്ലോ ഇതിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം തൈരാണ്, തലയിൽ താരൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പോവാൻ തൈര് ദി ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് താരൻ ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞ് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഈ ഒരു പാക്കും നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ മുടിയിലാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ വേണം ഫോക്കസ് ചെയ്ത് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കുക. 15 മിനിറ്റിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു വെച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്തെടുക്കാം. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കൈ നിറച്ചും ഷാമ്പു ആക്കി അങ്ങനെ നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലും തേച്ച് ഹെയർ വാഷ് ചെയ്യാനേ പാടില്ല. നിങ്ങളൊരു കപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങളുടെ ഹെയർ ഷാമ്പു ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഈ
ഒരു വെള്ളമാണ് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഒഴിച്ച് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഷാമ്പൂ നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടി പെട്ടെന്ന് ഡാമേജ് ആവാൻ കാരണമാവും. നമ്മുടെ മുടി തിന്നായി പോകും. നമ്മുടെ മുടിയുടെ തിക്നെസ് ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞു വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക. അങ്ങനെ ഞാൻ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് മുടിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മുടി ഉണങ്ങിയതിന് ശേഷമുള്ള എൻ്റെ റിസൾട്ടും എൻ്റെ ഹെയർ കെയറൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ നല്ല പിടയ്ക്കണ മീനുമായിട്ട് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു കേട്ടോ. മീൻകൊട്ടം നിറച്ചും നമ്മുടെ സിലോപ്പിയ മീനായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മീനും കൂടി ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കില്ല, ഞാൻ വാങ്ങിച്ചു. 1 കിലോ ഞാൻ എടുക്കാൻ പറഞ്ഞു. 1 കിലോ അപ്പം തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അത് കഷ്ണങ്ങളായിട്ട് മുറിച്ച് തന്നു. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണല്ലോ. അപ്പോൾ തന്നെ ഞാൻ വന്ന് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു കേട്ടോ. കുറേ തവണ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മീനിലേക്ക് തിരുമാനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി എടുക്കും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഒക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് അരച്ചെടുത്ത് വന്ന ഈ ഒരു പേസ്റ്റ് നമ്മുടെ മീനിലോട്ട് ഇട്ട് നന്നായിട്ട് തിരുമ്മി കൊടുത്ത് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില വെതറിയതിന് ശേഷം ഓരോ മീനുകളായിട്ട് ഞാൻ നിരത്താൻ തുടങ്ങി കേട്ടോ. അതിനുശേഷം തലങ്ങും വലങ്ങും ഒക്കെ മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മീന് ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ. പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു മീനിന് യമ്മീ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കിയില്ല. രസം ഒഴിച്ച് നമ്മുടെ മീൻ കഷ്ണം എടുത്ത് ഞങ്ങൾ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചു കേട്ടോ. എൻ്റെ മോന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് നല്ല ഇഷ്ടപ്പെട്ടു മീൻ. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ നൈറ്റ് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കുറച്ച് പണികൾ രാത്രിയുണ്ട്, അതൊക്കെ തീർത്ത് മേലൊക്കെ കഴുകിയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ രാത്രി ഹെയർ കെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ട് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് മുടി ചീവി എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നല്ലതുപോലെ നമ്മുടെ മുടി സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി മാറിയിട്ടുണ്ടാവും. നിങ്ങൾ നോർമലായിട്ട് ഹെയർ ഓയിൽ ഇട്ട് ഷാമ്പൂ ഹെയർ വാഷ് ചെയ്യണേനും ഈ ഒരു പാക്ക് ഇട്ട് ഷാമ്പൂ ഹെയർ വാഷ് ചെയ്യണേനും ഡിഫറൻസ് എന്ന് വെച്ചാൽ അടുത്തെത്തില്ല. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പാക്സ് ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ മുടി വളർത്തിയെടുക്കണമെന്നുള്ളവർ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ. നിങ്ങളുടെ മുടി അടിപൊളിയായിട്ട് കിടക്കും. എന്നും ഇല്ലാത്തതിനേക്കാളും ഒരു പ്രത്യേക ഒരു ഭംഗി നിങ്ങളുടെ മുടിക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ രാത്രിയിലുള്ള ഇന്നത്തെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുടി ഇങ്ങനെ ചീവി എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ 2 സൈഡിലും നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ കയറി പോവുക. അതേപോലെ തന്നെ ഇങ്ങനെ വകച്ചിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് ഇങ്ങനെ വിസിബിളായിട്ട് തലയോട്ടി തെളിഞ്ഞ് കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നമ്മുടെ റോസ്മേരിയുടെ വാട്ടറാണ് കേട്ടോ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കാണിച്ചിട്ടുള്ള ഏത് ടോണേഴ്സ് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് ഞാനിവിടെ നമ്മുടെ റോസ്മേരിയുടെ ടോണർ നിങ്ങൾക്ക് എവിടെയാണോ ഒരുപാട് പാച്ചസ് ഉള്ളത് അവിടെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് പറയണത് നെറ്റിയുടെ ഭാഗത്താണ്. നെറ്റിയുടെ 2 സൈഡിലും ഇങ്ങനെ കയറി പോണു, നെറ്റിയുടെ ഈ സൈഡിലൊന്നും മുടികളേ ഇല്ല ചേച്ചി എന്നാണ് പറയണത്. അപ്പോൾ നെറ്റിയുടെ ഭാഗത്ത് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നും നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ. ഏത് ടോണറാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് മാറ്റി ടോണർ യൂസ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് നെറ്റി കയറിയ ഭാഗത്ത് പാച്ചസ് ആയ ഭാഗത്ത് മാത്രമല്ല കേട്ടോ, മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ നിങ്ങൾ വകച്ചിലെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ സർക്കുലർ മോഷനിൽ നല്ലതുപോലെ ജെൻറ്റിലായിട്ടുള്ള ഒരു മസാജും കൂടെ നിങ്ങളുടെ സ്കാൽപ്പിന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്ത നമ്മുടെ ഈ ഒരു ടോണറൊക്കെ നമ്മുടെ മുടിവേരിന് അകത്തേക്ക് പോവുള്ളൂ. നമ്മുടെ മുടിവേരിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു മസാജ് അത്യാവശ്യമാണ്. കാരണം മുടി വളരുന്നതിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. മസാജിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുടി ഒന്നും കൂടെ കോംബ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി മുഴുവനായിട്ടും ഈ ടോണർ ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ, മുടിയിൽ ഉണ്ടാവില്ല. അതിനുശേഷം മുടി നന്നായി ചീവിയെടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പിന്നി മെടഞ്ഞിടുക. എപ്പോഴും രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. ബൺ ചെയ്ത് വെക്കുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കി ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ പിന്നി മെടഞ്ഞിടുക. പിന്നി ഇടുമ്പോൾ എപ്പോഴും ടൈറ്റായിട്ട് ഇടരുത്, വളരെ ലൂസായിട്ടുള്ള രീതിയിൽ പിന്നി
നമ്മുടെ മുടി കെട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണു. പിന്നെ അടുത്ത ദിവസം രാവിലെ നിങ്ങളുടെ മുടിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മുടി വെറുതെ അഴിച്ചിട്ട് ഒന്ന് ചീവി എടുത്ത് കെട്ടി വെച്ചിരുന്നാൽ മാത്രം മതി. ഓഫീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ പോവാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ദിവസം രാത്രി നിങ്ങൾ ഇതേപോലെ ഏതെങ്കിലും ടോണർ നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതേ രീതിയിൽ മുടി കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങളുടെ മുടി കഴുകിയെടുക്കുക കേട്ടോ. ഒരു ദിവസം മുടി ഫ്രീ ആയിട്ട് വിടണേ, ഒന്നും ചെയ്യരുത്. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം രമ്യ.